അതായത് ഏകദേശം ഒരു വർഷത്തിനിടെ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാർത്തയായിരുന്നു യഥാർത്ഥത്തിൽ നിലമ്പൂർ ഗായകനായ യഥാർത്ഥത്തിൽ നസീബ്. ആ ഗായകൻ്റെ ഒരു കല്യാണം ഞാൻ കണ്ടു. ഇതുവരെയും ഞാൻ സാക്ഷിയായിട്ടുള്ള കല്യാണത്തിലൊന്നും തന്നെ എനിക്ക് സംതൃപ്തി കിട്ടിയിട്ടില്ല. ഭക്ഷണം വയറ് നിറച്ച് തിന്ന് സംതൃപ്തി എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വയറ് നിറക്കുക എന്നതല്ല അയാളുടെ സംതൃപ്തി. ഏറ്റവും ഉത്കൃഷ്ടനായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കൊടുത്തു ഒരാളെ സംതൃപ്തനാക്കാൻ കഴിയില്ല. ഇനി ഭക്ഷണമാണെങ്കിൽ പോലും അയാൾക്ക് എത്രയാണ് കഴിക്കാൻ പറ്റുക? മാത്രമല്ല അയാൾക്ക് പല പ്രതിബന്ധങ്ങളും ഉണ്ടാകും അത് കഴിക്കാതിരിക്കാൻ. പല രോഗകാരണങ്ങളും ഉണ്ട്. അയാൾക്ക് ആഗ്രഹമുണ്ട്, കഴിക്കാൻ പറ്റില്ല. വൈദ്യ നിർദ്ദേശമുണ്ട്, അത് കഴിക്കരുത്, ഇന്നത് കഴിക്കരുത്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായിട്ടെന്താ? ഇനി യാതൊരു കുഴപ്പവും ഇല്ലാത്ത ഒരാൾക്ക് പോലും ഒരു പരിധിയിലപ്പുറം ഒരു കൃത്യസമയത്ത് ഭക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും സൗമ്യഭാവം അയാൾക്ക് ഏറ്റവും വലിയ സംതൃപ്തി ഉണ്ടാക്കും. ആ സംതൃപ്തിയാണ് ഞാൻ പറഞ്ഞത്. ആ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന നസീബിൻ്റെ ആ വിവാഹത്തിൽ അനിസ്ലാമികമായിട്ട് ഒരു പ്രവണതയും കാണുന്നില്ല. ആ ചെറുക്കനും പരിഷ്കൃതൻ തന്നെയല്ലേ യഥാർത്ഥത്തിൽ. ഈ കാലഘട്ടത്തിലെ ഒരു പാട്ടുകാരനാണ്. അറിയുന്നവർക്കൊക്കെ അറിയാം നസീബിൻ്റെ പാട്ട്. നല്ല മാപ്പിള പാട്ടുകാരനാണ്. അല്ലാത്ത പാട്ടുകളും നസീബ് പാടാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ആ നസീബിന് വേണമെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ തൻ്റെ ഭാര്യയെയും കുറേ ചെറുക്കന്മാരെയും ഒക്കെ കൂട്ടിപ്പിടിച്ച് ആ വിവാഹത്തിന് നിക്കാഹ് മാത്രം ഇസ്ലാമികമായി നടത്തിയിട്ട് പിന്നെ അവന് കൂത്താടാം. ായിരുന്നു. പക്ഷേ നിങ്ങൾ ആ സ്റ്റേജിൽ നോക്കൂ, യാതൊരു പ്രശ്നങ്ങളും അവിടെ കാണുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, അവൻ്റെ ഭാര്യയെ കൊണ്ടുവരുന്നത് തന്നെ ഉമ്മയും ഒരു സഹോദരിയുമാണെന്ന് തോന്നുന്നു. എന്നിട്ട് അത് അപ്പോൾ തന്നെ വേറെ ഒന്നുമില്ല അവിടെ. വളരെ ഹിജാബ് ധരിച്ച് നോക്കണം, വളരെ ഒരു അച്ചടക്കത്തിൻ്റെ ഒരു സിസ്റ്റമാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ വരൻ്റേതായിട്ടുള്ള സുഹൃത്തുക്കളെ അവിടെ കാണിക്കുന്നുണ്ട്, നിക്കാഹിൻ്റെ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, പലരുടെയും നിക്കാഹിൻ്റെ രംഗങ്ങൾ മാത്രമേ ഇസ്ലാമികമായിട്ട് കാണാൻ കഴിയുന്നുള്ളൂ. ആ സമയത്താണ് ഈ നസീബിൻ്റെ വേറിട്ട വിവാഹം ഒരു കൗതുക കാഴ്ചയായി മാറുന്നത്. മനുഷ്യർക്ക് ആകമാനം ഒരു സന്ദേശം, അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് ഒരു സന്തോഷവുമായി ആ സംഗതി. തീർച്ചയായിട്ടും അള്ളാഹു അദ്ദേഹത്തിന് പ്രാർത്ഥനയുണ്ടാകും, എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകും. അള്ളാഹുവിൻ്റെ ദൂതൻ തൃപ്തിപ്പെട്ട വിവാഹം, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വിവാഹം ഏത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ വിവാഹമാണ്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ചെറിയ കല്യാണം, വലീമത്ത് നിങ്ങൾ ചെറുതാക്കുക, നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്തുക. അതിലൊരു ചെറിയ ഭക്ഷണം കൊടുത്താൽ മതി. അവിടെയൊന്നും നിങ്ങളുടെ കുടുംബ മഹിമയും തറവാട് മഹിമയും കൊണ്ട് പോരടിക്കേണ്ട അല്ലെങ്കിൽ ദുരഭിമാനം കാണിക്കേണ്ട ഒരു സംഗതി അല്ല വിവാഹം. വിവാഹം ലളിതമായ വിവാഹമാണ്, ബർക്കത്തുള്ള വിവാഹം എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ആ നസീബിൻ്റെ വിവാഹത്തിൽ ഈ ഒരു വർഷത്തിനിടയിൽ സോഷ്യൽ മീഡിയയിൽ നടന്ന മുസ്ലിം നാമധാരികളുടെ വിവാഹങ്ങളൊക്കെ ഞാൻ പലതും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വിവാഹത്തെ ഞാൻ വളരെ സന്തോഷപൂർവ്വമായിട്ട് അഭിനന്ദിക്കുന്നു എന്ന് മാത്രമല്ല, സത്യവിശ്വാസികളായ ചെറുപ്പക്കാർക്ക് ഇതൊരു സന്ദേശമാണ്, ഇതൊരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂല് ഇത്തരത്തിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാനും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവേ, ഇനി ഈ നസീബിൻ്റെ വിവാഹം നീ ബർക്കത്ത് ചെയ്യണമേ അള്ളാഹുവേ. അത്തരത്തിലുള്ള വിവാഹങ്ങൾക്ക് നിൻ്റെ അനുഗ്രഹം ഉണ്ടാവണേ. അതിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾ നല്ലതായ കുഞ്ഞുങ്ങളാക്കണമേ അള്ളാഹുവേ. നസീബിനും അവൻ്റെ കുടുംബത്തിനും അനുഗ്രഹം ചൊരിയണമേ. അതോടൊപ്പം തന്നെ ഞങ്ങളിൽ നിന്ന് വരുന്ന മക്കൾക്കും നിൻ്റെ അനുഗ്രഹം ഉണ്ടാവണേ അള്ളാഹുവേ. ഈ കെട്ട കാലത്ത് നിൻ്റെ മാർഗത്തെ ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വാതമംതു അലൈക്കും നിഹ്മതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ജസ്ലാം മാടശ്ശേരി പറയുന്നത് പോലെ, ഞാൻ ഇസ്ലാമിൽ നിന്ന് പോയപ്പോഴാണ്
എനിക്ക് സന്തുഷ്ടിയുണ്ടാകാൻ തുടങ്ങിയത് എന്നൊരു പമ്പര വിഡ്ഢിയായ ഒരു സ്ത്രീ ചാനലുകാരോടും യൂട്യൂബിലും പറയുന്നുണ്ട്. അള്ളാഹുവെ, അത്തരത്തിലുള്ള വിടുവായത്തമുള്ള നിന്ദ്യരായ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ മക്കളെ നീ കാക്കേണമേ. നിന്റെ മതം തൃപ്തിപ്പെട്ട ആ സമൂഹത്തിന് അള്ളാഹുവെ എല്ലാം തൃപ്തിപ്പെടേണ്ടതുണ്ട്. ആ മതത്തിൽ നിന്ന് അഫത്തുമീനൂന ബിബഅദിൽ കിതാബ്, വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ആളുകൾ ശപിക്കാൻ കാരണം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള വേദങ്ങളിൽ നിന്ന് കുറച്ചു മാത്രം അവർ സ്വീകരിച്ചെടുത്തു എന്നതാണ്. അള്ളാഹുവെ, അത്തരത്തിലുള്ള ഒരു കോപത്തിന് പാത്രമായ, അള്ളാഹുവെ നിന്റെ വിദ്വേഷത്തിന് പാത്രമായ വഴി പിഴച്ചിട്ടുള്ള ആ സമൂഹത്തിൽ ഞങ്ങളെ നീ ആക്കരുത്. അള്ളാഹുവെ, നസീബിൻ്റെ വിവാഹത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, അള്ളാഹുവെ നസീബിൻ്റെ വിവാഹത്തിൽ നീ ബർക്കത്ത് ചെയ്യണമേ. അള്ളാഹുവെ, അത്തരത്തിലുള്ള ചെറുപ്പക്കാർ അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെയും നീ ആക്കണമേ. നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും. ഏത് ഹാജിയും ഏത് വ്യക്തികളും പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഹ്യുൻ, കണ്ണ് കുളിർമയാകുന്ന മക്കൾ നഗ്നത പ്രദർശിപ്പിച്ച് ആവോളം സ്വർണ്ണ കൂമ്പാരം അണിഞ്ഞ് സദസ്സുകളിൽ വളരെ വൾഗറായി നിൽക്കുന്നതല്ല കണ്ണ് കുളിർമ. അത് ഇക്കാലത്തെ കെട്ടകാലത്തിൻ്റെ സമൂഹത്തിന് എന്താ പറയുക, ഈ തരത്തിൽ അഥവാ ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ തോന്നുന്ന തോന്നൽ മാത്രമാണത്. ഇതിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.